വർഷത്തിൽ 12 ദിവസം മാത്രം നട തുറക്കുന്ന സ്ത്രീകളുടെ ശബരിമല എന്ന അപരനാമമുള്ളൊരു ക്ഷേത്രം തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം എറണാകുളം ജില്ലയിലെ ആലുവയിൽ സ്ഥിതി ചെയ്യുന്നു. ആലുവ KSRTC സ്റ്റാൻഡിൽ നിന്നും ഇവിടേക്ക് നേരിട്ട് സർവീസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ 12 ദിവസം മാത്രം പാർവതി ദേവിയുടെ നട തുറക്കുന്നത്? അതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകളാണ് മഹാദേവനും നവവധു സങ്കല്പത്തിലുള്ള പാർവതി ദേവിയും. പണ്ട് കാലത്ത് ഇവിടുത്തെ ഒരു വിശ്വാസമായിരുന്നു മഹാദേവന് നിവേദ്യം പാകം ചെയ്തിരുന്നത് പാർവതി ദേവിയാണെന്നുള്ളത്. എന്നാൽ ഇതിൽ സംശയം തോന്നിയ ചില ഊരാളന്മാർ നിവേദ്യ സമയത്ത് പാർവതി ദേവിയുടെ നട തുറന്നു നോക്കി. അവർ കണ്ടത് സർവാഭരണ ഭൂഷിതയായി നിവേദ്യം പാകം ചെയ്യുന്ന പാർവതി ദേവിയാണ്. അവരുടെ ഈ പ്രവൃത്തിയിൽ കോപം കൊണ്ട ദേവി ഇവിടെ നിന്ന് യാത്രയാകാൻ തീരുമാനിച്ചു. എന്നാൽ യാചനകൾക്ക് അവസാനം എല്ലാ വർഷവും ധനുമാസത്തിലെ തിരുവാതിര മുതൽ 12 ദിവസം ഇവിടെ എത്തിച്ചേരാമെന്ന് വാക്കുകൊടുത്തു. എല്ലാ വർഷവും ഈ 12 ദിവസം ദേവീ ദർശനത്തിനായി കേരളത്തിനകത്തും പുറത്തു നിന്നും ഒരുപാട് ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. തിരക്ക് നിയന്ത്രിക്കാനായി ക്ഷേത്ര ഭാരവാഹികൾ വെർച്വൽ ക്യൂ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അമ്പലത്തിന്റെ സൈറ്റിൽ കയറി ഓൺലൈനായിട്ട് വെർച്വൽ ക്യൂ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ക്യൂവിനിടയിൽ തന്നെ വഴിപാടുകൾക്കുള്ള കൗണ്ടറുകൾ കാണാം. ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് ദേവിക്ക് പട്ടും താലിയും ചാർത്തൽ, മഞ്ഞൾ പറ വഴിപാട് എന്നിവ. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചു. ക്ഷേത്രത്തിനകത്ത് തന്നെ മഞ്ഞൾപ്പറ വഴിപാടിനായി പ്രത്യേകം ക്യൂ ഉണ്ട്. ഈ ക്യൂവിൽ നിന്ന് രസീത് വാങ്ങി മഞ്ഞൾപ്പറ വഴിപാട് നടത്താവുന്നതാണ്. തിരക്ക് കൂടുതലായതുകൊണ്ട് സെക്കൻഡുകൾ മാത്രമേ ദർശനത്തിന് കിട്ടൂ. എങ്കിലും ദർശനം കഴിഞ്ഞപ്പോൾ മനസ്സ് നിറഞ്ഞു. ദർശനം കഴിഞ്ഞവർ നേരെ അന്നദാന മണ്ഡപത്തിലേക്ക്. അന്നദാന മണ്ഡപത്തിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ സാധനങ്ങൾ വാങ്ങാനുള്ള ഒരുപാട് കടകൾ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. അന്നദാന മണ്ഡപത്തിലും പ്രത്യേകം ക്യൂ സജ്ജീകരിച്ചിരുന്നു. എങ്കിലും ദർശനത്തിനുള്ള ക്യൂവിനേക്കാൾ തിരക്ക് കുറവായിരുന്നു. മണ്ഡപത്തിനുള്ളിൽ എല്ലാവർക്കും ഇരുന്ന് കഴിക്കുവാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഉച്ചയ്ക്ക് കഞ്ഞിയും കുഴയും അച്ചാറുമാണ് കൊടുക്കുന്നത്. ഒരുപാട് നേരം വിശന്ന് നിന്നുകൊണ്ടാണെന്നറിയില്ല, നല്ല സ്വാദുണ്ടായിരുന്നു. അങ്ങനെ വയറ് നിറച്ച് കഞ്ഞി കുടിച്ച് തിരിച്ചു വരവിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഇനി അടുത്ത വർഷത്തിലേക്കുള്ള കാത്തിരിപ്പ്.